ഹലോ, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള കുക്കർ ചിക്കൻ ആയിട്ടാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വളരെ ട്രെൻഡിങ് ആണല്ലോ കുക്കർ ചിക്കൻ. അപ്പോൾ നമ്മളൊന്ന് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമുക്കിതിനാവശ്യമായിട്ടുള്ളത് ഫുൾ ചിക്കൻ ആണ് കേട്ടോ. ഒരു ഫുൾ ചിക്കൻ എടുക്കണം. അപ്പോൾ ഞാൻ ചിക്കൻ ക്ലീനൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. 1.5 കിലോൻ്റെ ചിക്കനാണ് കേട്ടോ അത്. നന്നായിട്ട് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് വരഞ്ഞു കൊടുക്കുക കേട്ടോ. എല്ലായിടത്തും ഒന്ന് വരഞ്ഞു കൊടുക്കുക. നമ്മൾ മസാല ഒക്കെ തേക്കുമ്പോൾ ഉള്ളിലേക്കൊക്കെ ആവാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് എല്ലായിടത്തും വരഞ്ഞു കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ചിക്കൻ ഫുള്ളായിട്ട് വരഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് മസാലകളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇനി മസാലകൾക്ക് എന്തൊക്കെ വേണം നോക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 1.5 കിലോ ചിക്കൻക്ക് 5 പച്ചമുളക് മതി കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ കുരുമുളകും ഒരു 3 ഇല്ല് വേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറക്റ്റാണ് കേട്ടോ. 1 ടീസ്പൂൺ ഉപ്പ് 1.5 കിലോ ചിക്കൻക്ക് കറക്റ്റാണ്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ തൈരും 2 ടീസ്പൂൺ വിനീഗറും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സി കറക്കിയെടുക്കുക. നമ്മൾ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇപ്പോൾ നമ്മളെല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ കുറച്ചൊരു തിക്നെസ് ഉള്ള പോലെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ 2 ടീസ്പൂൺ കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നേരത്തെ തന്നെ 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ ടോട്ടൽ 4 ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മസാലകൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കനിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുക. നമ്മൾ വരഞ്ഞ് വെച്ചെടുത്തൊക്കെ ഉള്ളിലൊക്കെ ആക്കിയിട്ട് തേച്ച് കൊടുക്കുക. ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് മസാല കയറിയാലേ ചിക്കൻ വെന്ത് വരുമ്പോൾ നല്ല രസം ഉണ്ടാവുള്ളൂ. ഇതുപോലെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് മസാല തേച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ഭാഗത്തേക്കും മസാല ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കാൽ രണ്ടും കൂടി ഞാനൊന്ന് നൂലുകൊണ്ട് കെട്ടി വെക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കുക്കായി വരുന്ന സമയത്ത് ഇങ്ങനെ ഓപ്പൺ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് 2 കാലും ഇങ്ങനെ ഒന്ന് കൂട്ടിക്കെട്ടുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് 2 മണിക്കൂർ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാണ്. അധികം നേരം വെച്ചാൽ ടേസ്റ്റ് കൂടും. നമ്മൾ പെട്ടെന്നൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 2 മണിക്കൂറൊക്കെ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം ഞാൻ ചിക്കൻ പുറത്തെടുത്തിട്ടുണ്ട്. നമ്മൾ റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ കുക്കറിൽ കല്ലുപ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ വലിയ കുക്കറാണ് എടുത്തിട്ടുള്ളത്. 5 ലിറ്ററിൻ്റെ കുക്കറൊക്കെ മതി. ഞാൻ പിന്നെ സൈഡിലൊന്നും തട്ടിപ്പോയി കരിയണ്ടെന്ന് വെച്ചിട്ട് കുറച്ച് വലിയ കുക്കറാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ ഉപ്പാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ വിസിൽ ഊരി വെച്ചിട്ടുണ്ട് കേട്ടോ. വിസിലില്ല, എന്നിട്ടാണ് ഹീറ്റ് ചെയ്യണത്.
നമ്മൾ ചിക്കൻ ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒന്നും കൂടി ഒന്ന് ഓപ്പണായി പോകേണ്ട ഒരു ധൈര്യത്തിന് ഞാൻ രണ്ട് കാൽമ കൂടി ഒരു കൊള്ളി കയറ്റി വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ 10 മിനിറ്റിന് ശേഷം ഞാൻ കുക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി വാഴയില വെച്ചിട്ട് ആ ഉപ്പിൻ്റെ മേലൊന്ന് മൂടി കൊടുക്കണം. വാഴൻ്റെ ഇല അതിൻ്റെ മേലെയാണ് വെക്കുന്നത്. ഇനി നമുക്ക് ചിക്കൻ വെച്ച് കൊടുക്കുക. സൈഡിലൊന്നും തട്ടാത്ത രീതിക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ചൊരു വലിയ കുക്കർ എടുത്തത്, ഇനിയിപ്പോൾ തട്ടി കരിയണ്ടെന്ന് വെച്ചിട്ട്. അപ്പം ഇനി ഇത് ക്ലോസ് ചെയ്ത് വെക്കാം. ഒരു 45 മിനിറ്റ് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്താൽ മതി. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. വിസിലെടുക്കാൻ മറക്കരുത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ 45 മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്യാം കേട്ടോ. ശരിക്കും ഇത്ര സമയം നല്ല മണം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല സ്മെല്ലായിരുന്നു വീടൊക്കെ. ഇപ്പോൾ ചിക്കൻ വെന്ത് വന്നിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് മതി കേട്ടോ, അധികമായി പോകരുത് എണ്ണ. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. 2 സൈഡൊന്നും മൊരിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കുക്കറിൽ നിന്ന് മാറ്റി പാനിലേക്ക് ചിക്കൻ വെക്കുന്ന സമയത്ത് പൊട്ടിപ്പോവാണ്ട് നോക്കണം കേട്ടോ. കാരണം വെന്ത ചിക്കനല്ലേ, അപ്പോൾ ഇത് മാറ്റി വെക്കുന്ന സമയത്ത് പൊട്ടിപ്പോവാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ കുക്കർ ചിക്കൻ 2 സൈഡും മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മളെ കുക്കർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല സ്മെല്ലുണ്ട് ഇതിന്. അങ്ങനെ നമ്മൾ ചപ്പാത്തിൻ്റെ കൂടെയാണിത് കഴിച്ചത്. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഇങ്ങനെ ഓരോ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഓരോ സംഭവമല്ലേ, എന്തായാലും രസമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.